ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചാപ്റ്റർ 6 സ്റ്റാഫിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ്. 3 ആസ്പെക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ ഇന്ന് കാണുന്നത് റിക്രൂട്ട്മെൻറ്റ് എന്ന ആസ്പെക്റ്റിനെയാണ്. റിക്രൂട്ട്മെൻറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. Recruitment may be defined as the process of searching for prospective employees and stimulating them to apply for jobs in an organization. Advertisement is commonly part of recruitment. സ്ഥാപനത്തിലെ വിവിധ ജോലികൾക്ക് ആവശ്യമായ ആളുകളെ അന്വേഷിക്കുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. സ്ഥാപനത്തിലെ തൊഴിലാളികളാകുവാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവരെ ജോലിക്ക് അപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണിത്. അതിനാൽ ഇതിനെ ഒരു അനുകൂല അല്ലെങ്കിൽ പോസിറ്റീവ് പ്രവർത്തനമെന്നാണ് പറയുന്നത്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ സ്ഥാപനത്തിനുള്ളിൽ നിന്നോ പുറമേ നിന്നോ കണ്ടെത്താറുണ്ട്. അങ്ങനെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ സോഴ്സസ്. സ്ഥാപനത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്ക് സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തുന്നതിനെയാണ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സോഴ്സസ് റെഫേഴ്സ് ടു ഇൻവൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫ്രം വിത്തിൻ ദി ഓർഗനൈസേഷൻസ്. ഇൻറ്റേർണൽ സോഴ്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സോഴ്സസാണ്. ഒന്ന് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ involve shifting an employee from job to another, one department to another, or one shift to another. Transfer will not have any change in position, responsibility, or remuneration of an employee. Transfer does not affect the total number of employees in the organization. ഒരു ജീവനക്കാരനെ അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ പദവിയിൽ നിന്നോ കാര്യമായ മാറ്റം വരുത്താതെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കോ മറ്റൊരു വകുപ്പിലേക്കോ മറ്റൊരു ശാഖയിലേക്കോ മാറ്റി നിയമിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നുദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ അഥവാ സ്ഥാനക്കയറ്റം. പ്രൊമോഷൻ ഈസ് ദി ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ ജോബ് പൊസിഷൻ ടു എ ഹയർ ജോബ് പൊസിഷൻ. Promotion gives an employee a higher position and remuneration as well as a greater responsibilities. It helps to improve motivation, loyalty and satisfaction level of employees. നമ്മൾ ട്രാൻസ്ഫറിൽ കണ്ടിരുന്നു, ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അവിടെ പൊസിഷനിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുമോ, സാലറിക്കകത്തൊരു ചേഞ്ച് ഉണ്ടാവുമോ ഇല്ല. മറിച്ച് പ്രൊമോഷനകത്താണെങ്കിൽ ഒരു ലോവർ പൊസിഷനിൽ നിന്നും ഹയർ പൊസിഷനിലേക്കുള്ള ഷിഫ്റ്റിങ്ങിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എംപ്ലോയിയുടെ സാലറിക്കകത്ത് ഹൈക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊമോഷൻ ഓഫ് ക്ലർക്ക് ടു അക്കൗണ്ടൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ LD ക്ലർക്ക് ടു UD ക്ലർക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ എക്കോണമിക്കൽ സോഴ്സ് ബിക്കോസ് നോ ടൈം ആൻഡ് money has to be spent on advertising vacancies or on conducting tests and interviews. Second, it motivates എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. തേർഡ്, ഇറ്റ് സിംപ്ലിഫൈസ് ദി പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ബെറ്റർ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് സ്റ്റാഫ്. നോ നീഡ് ഫോർ ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓട്ടോമാറ്റിക് ട്രെയിനിങ്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. Incomplete sources of recruitment. Reduced productivity. Hindrance for induction of fresh talents. Not suitable for new enterprises.
lack of competition among employees. External sources of recruitment. External sources of recruitment refers to recruiting employees from outside the organization. ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. External sources of recruitment requires when the existing staff may be insufficient or they may not fulfill the eligibility criteria of the jobs to be filled. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണോ? ഒന്ന്, കമ്പനിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഇല്ലാതെ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യാനായിട്ട് വേണ്ട എലിജിബിലിറ്റി ഇല്ലാതെ വരുമ്പോഴുമാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. സെക്കൻഡ്, കാഷ്വൽ കോളേഴ്സ്. തേർഡ്, മീഡിയ അഡ്വർടൈസിങ്. ഫോർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. 5, പ്ലേസ്മെൻറ്റ് ഏജൻസീസ്. 6, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. 7, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. 8, റെക്കമെൻഡേഷൻസ് ബൈ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. 9, വെബ് പബ്ലിഷിംഗ്. ഇത്രയുമാണ് എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് വരുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. പോയിൻറ്റ്സ് കറക്റ്റായിട്ട് പഠിക്കുക, എക്സ്പ്ലനേഷനും. First one, direct recruitment. Sometimes the organizations paste notice at the gate of their office or factories stating the vacant job positions. The people who are interested in those jobs walk in for the interview. This method of recruitment is very inexpensive and is most suitable for unskilled job positions like സ്വീപ്പർ, പിയൂൺ, എക്സെട്ര. ഈ രീതി പ്രകാരമുള്ള റിക്രൂട്ട്മെൻറ്റിൽ സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ ജോലി ഒഴിവുകളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. നിശ്ചിത തീയതിയിൽ സ്ഥാപനത്തിലെത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ആവശ്യമായവരെ അപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് വൺ, കാഷ്വൽ കോളേഴ്സ്. ആവശ്യപ്പെടാതെ തന്നെ ജോലിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി സ്ഥാപനങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കുകയും ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് പ്രസ്തുത പട്ടികയിൽ നിന്നും ആളുകളെ ജോലിക്കായി നിയമിക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ള റിക്രൂട്ട്മെൻറ്റ് ഉറവിടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണിത്. അഡ്വർടൈസ്മെൻറ്റ് അഥവാ പരസ്യങ്ങൾ. ജോലി ഒഴിവുകളിലേക്ക് കൂടുതൽ അപേക്ഷകരെ കണ്ടെത്തുന്നതിനായി പത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും പരസ്യം നൽകുന്നു. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. പ്രത്യേക കഴിവുകൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിവിധ ജോലികൾക്ക് ആവശ്യമായവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു. പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. സാങ്കേതിക പ്രൊഫഷണൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ജോലി നേടുന്നതിന് സഹായിക്കുന്നതിനായി നിരവധി സ്വകാര്യ ഏജൻസികളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാറുണ്ട്. രാജ്യവ്യാപകമായി തൊഴിൽ ദാതാക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികളെ നൽകുന്ന സ്ഥാപനങ്ങളാണ് തൊഴിൽ ഏജൻസികൾ. ഇവർ വലിയ തോതിൽ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അനുയോജ്യമായവ തങ്ങളുടെ കക്ഷികളായ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ സേവനങ്ങൾക്ക് അവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. കോളേജുകൾ, മാനേജ്മെൻറ്റ്, സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് നേരിട്ട് കമ്പനികൾ തങ്ങൾക്കാവശ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന റിക്രൂട്ട്മെൻറ്റ് മാർഗമായി മാറിയിട്ടുണ്ട്. റെക്കമെൻഡേഷൻസ് ഓഫ് എംപ്ലോയീസ്. നിലവിലുള്ള ജീവനക്കാരോ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിർദ്ദേശിക്കുന്ന ആളുകളെ സ്ഥാപനത്തിലെ വിവിധ ഒഴിവുകളിലേക്ക് നിയമിക്കുന്നത് ഒരു പ്രധാന റിക്രൂട്ട്മെൻറ്റ് മാർഗമാണ്.
ലേബർ കോൺട്രാക്റ്റേഴ്സ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ തൊഴിലാളികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ് തൊഴിൽ കരാറുകാർ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റേഴ്സ്. സാധാരണയായി സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ലാത്ത തൊഴിലാളികളെയാണ് ഇവരിലൂടെ കണ്ടെത്തുന്നത്. നെക്സ്റ്റ്, വെബ് പബ്ലിഷിംഗ്. ഇൻ്റർനെറ്റ് എന്ന മാധ്യമം ഉപയോഗപ്പെടുത്തിയുള്ള റിക്രൂട്ട്മെൻറ്റ് ഇന്ന് സർവ്വസാധാരണമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ കൂടെയും ഒപ്പം നിരവധി വെബ്സൈറ്റുകളുടെയും ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ naukri.com, jobstreet.com തുടങ്ങിയവ. ഇത്രയുമാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളേഴ്സ്, മീഡിയ അഡ്വർടൈസിംഗ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, പ്ലേസ്മെൻറ്റ് ഏജൻസീസ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്സ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, recommendations by the existing employees, web publishing. Next, advantages of external source of recruitment: wider choice, fresh talents, latest technological knowledge, competitive spirit. Disadvantages of external source of recruitment: dissatisfaction among existing employees, costly process, lengthy process. Difference between internal sources and external sources. Internal sources refers to inviting candidates from within the organization, whereas external sources of recruitment refers to recruiting employees from outside the organization. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തു തന്നെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ സോഴ്സ് എന്നും, ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നൊരു എംപ്ലോയീസിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ സോഴ്സ് എന്നും പറയുന്നു. ഇനി ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, മറിച്ച് എക്സ്റ്റേണൽ സോഴ്സ് മോർ ടൈം കൺസ്യൂമിംഗ്. ഇൻറ്റേർണൽ സോഴ്സസ് ഈസ് മോർ എക്കോണമിക്കൽ, whereas external sources are costly. ഇൻറ്റേർണൽ സോഴ്സിൻ്റെ അകത്ത് ലിമിറ്റഡ് ചോയ്സ് ആണുള്ളത്, മറിച്ച് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ അകത്ത് വൈഡർ ചോയ്സ് ഉണ്ട്. നെക്സ്റ്റ്, ഇൻറ്റേർണൽ സോഴ്സ് മെത്തേഡ് ബൂസ്റ്റ് അപ്പ് ദി മൊറൈൽ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. എക്സ്റ്റേണൽ സോഴ്സസ് method brings down the morale of existing employees. Internal sources is generally based on seniority cum merit, whereas external sources is strictly based on merit and qualification. Internal sources quality of recruitment is not superior as in case of external sources of recruitment because of the limited choice, whereas external sources is wider choice, so quality of recruitment is superior. Internal സോഴ്സിൻ്റെ അകത്ത് ക്വാളിറ്റി കുറവായിരിക്കും, മറിച്ച് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ അകത്ത് ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും while comparing to internal sources. Okay, thank you.